തിരുവനന്തപുരം കാര്യവട്ടം പുല്ലാന്നിവിള ജംഗ്ഷനിൽ നിന്ന് ഗാന്ധിപുരം പോകുന്ന റൂട്ട് ഏകദേശം 1 കിലോമീറ്റർ വരുമ്പോൾ ദാ കാണുന്ന മെയിൻ റോഡ്, അതായത് മെയിൻ റോഡിൽ നിന്ന് ഒരു പ്ലോട്ട് പിൻവശത്തായിട്ടാണ് നമുക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 4.8 സെന്റിൽ 1950 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. അകത്തേക്ക് ഇതാ ഈ കാണുന്ന പോലെ 4 മീറ്റർ വിട്ടിനാണ് ഇന്റേണൽ റോഡ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ടോട്ടലായിട്ട് 6 പ്ലോട്ട്സ് വരുന്നതിൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ടാണ്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒത്തിരിയധികം ഉള്ളിലേക്കൊന്നും പോകാണ്ട് കഞ്ചക്ഷനൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷനാണ്. നമുക്ക് സ്ഥലവില തന്നെ ഇപ്പോഴത്തെ നിലയ്ക്ക് 12-13 ലക്ഷം രൂപ വിലയുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നല്ല രീതിയിൽ ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ പ്രോപ്പർട്ടി ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയെ. നമുക്കിതാ വാട്ടർ കണക്ഷൻ കൊണ്ടുവന്ന് എന്താ ഇതുപോലെ ഒരു സമ്പിലിറക്കി, അതായത് ഇവിടെ 3500 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് മോട്ടർ വെച്ചിട്ടാണ് നമുക്ക് മേളിലേക്ക് വെള്ളം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് വീട്ടിന് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇതാ ഇവിടെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അത് പോയിട്ട് ഇതാ ഇവിടെയും നമുക്ക് 2 വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ഗാർഡനിങ് വർക്കോ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളോ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിന് ചുറ്റും വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ഈ വരാന്ത സ്പേസിൽ ഇതാ ഇവിടെ ഗ്രാനൈറ്റും പിന്നെ അതിന് ഒരു അലങ്കാരത്തിന് അതും വെച്ച് അതിനുശേഷം ടൈലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ സ്റ്റെപ്പ് പോലെ വരുന്നിടത്തെല്ലാം ഒരു ഗ്രിപ്പുള്ള ഗ്രാനൈറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമുക്കിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് എല്ലാം കജാറിയുടെ ടൈൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കതുപോലെ തടിപ്പണികളെല്ലാം എല്ലാ വാതിലുകളും തേക്കാണ്. അതിപ്പോൾ മുൻവശമായാലും പിൻവശമായാലും ഉള്ളിലുള്ള ഡൗസ് ആയാലും എല്ലാം തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആണ്. നല്ല സ്പേഷ്യസ് ആണ്. അവിടെ നമ്മുടെ TV യൂണിറ്റ് വരും. കിച്ചൺ വരുമ്പോഴത്തേക്കും ഇതാ ഇതുപോലൊരു കൗണ്ടർ പ്രൊവൈഡ് ചെയ്ത് ഈ രീതിയിലാണ് കിച്ചണിലേക്ക് എൻട്രൻസ് വരുന്നത്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ സ്വിച്ചസ് ഒക്കെ വരുന്നത് എല്ലാം LESൻ്റെ ആണ് കേട്ടോ. അതായത് നമുക്ക് എല്ലാം ഏറ്റവും നല്ല പ്രീമിയം ബ്രാൻഡ്സും മെറ്റീരിയൽസും ആണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ്. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കബോർഡിൻ്റെ ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് HDHMR ബോർഡുകളിലാണ് നമുക്കിതിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാ വെച്ചാൽ സാധാരണ വരുന്നതെല്ലാം MDFിൽ നമുക്ക് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് വരുന്നത് മോയ്സ്ചർ റെസിസ്റ്റൻ്റ് എല്ലാം, അതായത് ഹൈ ഡെൻസിറ്റി ഹൈ മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബോർഡുകളാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ MDFിനെക്കാളും നമുക്കൊരു ഇരട്ടിയും കൂടെ ഏകദേശം 4100 രൂപ ഒരു ഷീറ്റിന് വില വരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഷീറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂമിലും കബോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് അതിപ്പോൾ പൈപ്പ് ഫിറ്റിംഗ് ആണെങ്കിലും സാനിറ്ററി വേസ് ആണെങ്കിലും എല്ലാം സെറയാണ്. നമുക്ക് ഈ വാഷ് ബേസിനൊക്കെ വരുന്നത് ജോൺസൺ ആണ്. ആ രീതിയിൽ നല്ല ബ്രാൻഡുകൾ തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റീരിയറിൽ വരുന്ന ഡോസ് എല്ലാം തന്നെ ഇതുപോലെ തേക്കും തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റേഴ്സ് ഇങ്ങനെ കറങ്ങി നമ്മുടെ 2nd ഫ്ലോർ വരേക്കും, അതായത് ടെറസ് വരേക്കും ഒരു ടവർ റൂം കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ സ്റ്റേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്നതും നേരത്തെ പറഞ്ഞതുപോലെ ഗ്രിപ്പുള്ള ഗ്രാനൈറ്റിൻ്റെ സ്ലാബ്സ് ആണ് ഇതിലെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇൻവേർട്ടറിനുള്ള പ്രൊവിഷനും കാണാൻ സാധിക്കും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലൊരു കോമൺ സ്പേസ് വരും. ഇവിടെ നമുക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ അതേ ലേഔട്ടിൽ 2 ബെഡ്റൂംസ്, 2 എണ്ണത്തിലും ഇതുപോലെ കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ്. നമുക്ക് ഇന്റീരിയറിൽ വരുന്ന എല്ലാ ഡോസും, അതായത് ഇന്റീരിയർ ആയാലും പുറത്തേക്കുള്ള ഡോസ് ആയാലും എല്ലാം തേക്കും തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴത്തെ നിലയിൽ കണ്ട അതേ രീതിയിലുള്ള അടുത്തൊരു ബെഡ്റൂം ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സിമിലർ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് ഒരു എൻട്രി വരും. വാതിൽ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു മെറ്റൽ ഡോറ് കൂടെ എക്സ്ട്രാ സേഫ്റ്റിക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് തുണിയൊക്കെ ഉണങ്ങാൻ ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മുൻവശത്തേക്ക് അത്യാവശ്യം നല്ലൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ഇതുപോലൊരു വലിയൊരു ബാൽക്കണി സ്പേസും ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി വരും. നമ്മുടെ ഇതിനകത്തുള്ള ഈ 6 പ്ലോട്ടുകളിൽ അടുത്ത പ്ലോട്ടിൽ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. അവിടെ ഒരു കിണറൊക്കെ കുഴിച്ചു തുടങ്ങിയിട്ടുണ്ട്.
ഈ കാണുന്നത് മിക്കവാറുള്ള പ്ലോട്ടുകളൊക്കെ സെയിലായതാണ്. ഇവിടുത്തെ സ്ഥലവില വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് ചോദിച്ചിട്ടുള്ളത് നല്ലൊരു പ്രൈസാണ് കേട്ടോ. എങ്ങനെ വെച്ചാൽ സ്ഥലവില പോയിട്ട് വീടിന് കറക്റ്റായിട്ടുള്ളൊരു വിലയാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ രീതിക്ക് അതായത് വരും ദിവസങ്ങളിൽ വില വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം, അതായത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു വിലയ്ക്കൊന്നും ഇവിടങ്ങളിലും സ്ഥലം കിട്ടാണ്ടാവും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. 4.8 സെൻറ്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. നമുക്കിവിടെ ടെക്നോ പാർക്കിൻ്റെ ഫേസുകളിലേക്കൊക്കെ ഈസി ആക്സസ് ആണ്. ശ്രീകാര്യം സൈഡിലേക്ക് പോകാൻ 2.5 കിലോമീറ്ററേ ഉള്ളൂ. കാര്യവട്ടത്തേക്ക് 1.5 കിലോമീറ്ററിൽ എത്തിച്ചേരാം. നമുക്കതുപോലെ പുല്ലാന്നിവിള അതുവഴിയും ഈസി ആക്സസ് വരുന്ന, അതുവഴി എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ചേങ്കോട്ടോണ സൈഡിലേക്കോ കാര്യവട്ടം സൈഡിലേക്കോ ഒക്കെ പെട്ടെന്ന് ചെന്നെത്താവുന്ന ലൊക്കേഷനാണ്. ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്.